ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബ്ലൗസിന്ന് എങ്ങനെയാണ് നമ്മളൊരു അളവെടുത്തിട്ട് തയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബ്ലൗസിന് അളവെടുക്കുകയാണ്. അളവ് ഞാനിവിടെ എഴുതുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ബ്ലൗസിന്ന് അളവെടുത്തുകാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അളവുകൾ മാത്രം മതി കേട്ടോ. പിന്നെ എന്താണ് ചിലവർ ഇവിടെ എന്താണെന്നറിയോ, ഈ ഇവിടുത്തെ ഈ ഒരു ഇതിനുണ്ടല്ലോ, ഈ ടെക്കിൻ്റെ അളവൊക്കെ നോക്കും. അപ്പോൾ അങ്ങനെയൊന്നല്ല. നമുക്ക് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഒരു 2-3 അളവ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ബ്ലൗസ് തയ്ക്കാം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പല്ലേ പലർക്കും ഈ ഒരു ടെക്കിൻ്റെ അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ആ ഒരു ഡൗട്ടൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ വേഗം തന്നെ നമ്മൾ പോകാം. ചെസ്റ്റിൻ്റെ അളവിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഹുക്കൊക്കെ കഴിച്ചിട്ടുണ്ട്, ഫ്രണ്ടിലെ ഹുക്കൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. ഇനി ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ഈ ഒരു സ്റ്റിച്ചിങ്, ബാക്കിലെ ഈ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, അതാ ഇതേപോലെ ഇട്ടിട്ട് ഈ കൈക്കൂടിൻ്റെ ഇവിടുത്തെ ഈ അറ്റത്തുള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഇവിടുന്ന് തൊട്ടിട്ട് ഈ അറ്റത്തുള്ളത് വരെ കണ്ടോ, ഈ അറ്റത്തുള്ളത് വരെ നമ്മൾ അളവ് എത്രയാണോ അത് നമ്മൾ കറക്റ്റായിട്ട് എടുക്കട്ടോ. കൂടുതൽ ഇങ്ങനെ വലിച്ചതാക്കൊന്നും വേണ്ട. ഈ ഒരളവിൽ ചിലതുണ്ടാവും ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയത്, അതൊന്നും എടുക്കരുത് കേട്ടോ. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടത്. മനസ്സിലായോ? അതായത് ഇതിങ്ങനെ മടങ്ങിയിട്ട് നിൽക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് വേണം നമ്മൾ അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ. അപ്പോൾ ഞാനിതിൽ പേപ്പർ കട്ടിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഒരു ബ്ലൗസ് അളവ് എടുക്കുന്നത് തൊട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത് വരെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് കിട്ടിയത് ചെസ്റ്റിൻ്റെ അളവാണ്. ഇപ്പം നമ്മൾ നോക്കിയത് ഒരു കൈക്കൂടുന്ന് മറ്റൊരു കൈക്കൂട് വരെയുള്ള അളവാണ് കേട്ടോ ചെസ്റ്റ്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് കിട്ടിയത് 21. ഓക്കെ, 21. ഇനി നമുക്ക് വേണ്ടത് ഇതാ കണ്ടോ, ഇവിടുത്തെ ഒരളവ്. ഇതിൻ്റെ ആവശ്യം ശരിക്കുമില്ല, പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നമുക്കൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെടുക്കുന്നത് കേട്ടോ. അത് സെൻറ്ററിലുള്ള അളവാണ്. അപ്പോൾ ഞാനിവിടെ ഷേപ്പ് എന്ന് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ 18 അളവ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, ഇനി താഴത്തെ അളവാണ് നമുക്ക് വേണ്ടത്. താഴെ ബ്ലൗസിൻ്റെ ഏറ്റവും താഴെ ബാക്കിലുള്ള അളവാണ് കേട്ടോ ഞാൻ പറയണത്. ബാക്കിലുള്ള അളവാണ്, ഫ്രണ്ടിലുള്ള അളവല്ല. ബാക്കിൽ നമ്മൾ ഫ്രണ്ട് പീസാണ് ഫസ്റ്റ്, ബാക്ക് പീസാണ് ഫസ്റ്റ് നമ്മൾ വെട്ടുക. അപ്പോൾ ഇതിൽ 16.5 കേട്ടോ. അപ്പം ഇതിൻ്റെ 16.5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് ഇനി അടുത്ത വേണ്ട അളവ് എന്ന് വെച്ചാൽ ഇതാ ബാക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് ബാക്ക് തന്നെയാണ് കേട്ടോ. ബാക്ക് നന്നായിട്ട് ഇങ്ങനെ നിവർത്തി ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഷോൾഡറിൻ്റെ അവിടുത്തെ ഈ ഒരു സ്റ്റിച്ചിങ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് എത്രയാണോ വലിപ്പം അത്രയാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു അളവാണ് നമുക്ക് കറക്റ്റ് കിട്ടുന്നത്. 15 കേട്ടോ. 15 കണ്ടോ, 15. അപ്പോൾ ലെങ്ത്ത് നമുക്ക് വേണ്ടത് 15. ഓക്കെ, അപ്പോൾ 15 നമ്മുടെ ലെങ്ത്ത്. ഓക്കെ, 15. ഇനി നമുക്ക് വേണ്ടത് നെക്കിൻ്റെ അളവാണ്. കേട്ടോ. അപ്പം നമ്മൾ നെക്കിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് കാണിക്കാം. നെക്കിൻ്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിപ്പോൾ ഒരു മേശയല്ലേ, ഒരു മേശയാണ് അല്ലേ. അപ്പോൾ ഇതിന് നമുക്കൊരു അരിക് വശമുണ്ട്. അത് ഇങ്ങനെ കറക്റ്റായിട്ടല്ല നിൽക്കുന്നത്. ഇനി അതല്ല, ഇങ്ങനെ ഒരു സ്കെയില്, കറക്റ്റ് ഇങ്ങനെ ഒരു സ്കെയില് കിട്ടിയാലും വെക്കാം നമുക്ക്. അത് ഈ സ്കെയില് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ വെക്കുക. അളവ് നെക്കിൻ്റെ അളവ് എടുക്കാനാണ് കേട്ടോ. ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ ഇതാവാതെ ഇങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട്
ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെക്കുക. കറക്റ്റായിട്ട് വെക്കുക. കണ്ടോ, ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ. എന്നെങ്കിലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് അളവ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ബാക്കിനൊക്കെ ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. ഇനി വേണമെങ്കിൽ മുട്ടുസൂചി വെച്ച് കണ്ടൊന്ന് ഒന്ന് അമർത്തി കൊടുത്തോളൂ. എന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങൂല. കണ്ടോ, ഇതിങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് ബിഗിനേഴ്സിനാണ് കേട്ടോ. ബിഗിനേഴ്സിന് മാത്രമല്ല, ഇപ്പം ഞാൻ തന്നെ കുറേ അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബ്ലൗസ് എപ്പോഴും എനിക്കൊരു ട്രോമയിലും സത്യം പറഞ്ഞാൽ. അത് എത്രയായാലും ബ്ലൗസിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ ബാക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് ഇതെന്താണ് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് കറക്റ്റ് കൊടുക്കട്ടോ. അപ്പോൾ ബാക്ക് നെക്കിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്നറിയോ? ഇതിങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമുക്കറിയുള്ളൂ. അപ്പോൾ ബാക്ക് നെക്കിലെ ലെങ്ത്ത് നമുക്ക് നോക്കാം എത്രയാണ് വരുന്നത്. ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഇതാ ഇവിടുന്ന് നമ്മൾ കണ്ടോ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതാ ഇതിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക കേട്ടോ. അപ്പം നമുക്ക് എത്രയാണോ കിട്ടിയത് അതായിരിക്കും. കണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ വരക്കണത്. അപ്പോൾ അത് നോക്ക് 8 കണ്ടോ. അപ്പോൾ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയണത് 8. ഓക്കെ, 8 ഇഞ്ചാണ്. ഇനി നമുക്ക് വിടുത്ത് നോക്കണ്ടേ. അപ്പോൾ വിടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കറക്റ്റാണല്ലോ നമ്മൾ വെച്ചത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇത്ര നോക്കുക. കണ്ടോ, 3.5. ഓക്കെ, 3.5 ഇഞ്ചാണ് നമുക്ക് അതിൻ്റെ വിടുത്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിൻ്റെ വിടുത്ത് 3.5 ആണെന്ന് വെച്ചെങ്കിൽ ഫ്രണ്ടിൻ്റെ വിടുത്തും 3.5 ആയിരിക്കും. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ അളവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ബാക്ക് നെക്ക് എങ്ങനെയാണോ നമ്മൾ അളവെടുത്തത് അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കൊടുക്കാം. ഓക്കെ, ഫ്രണ്ട് നെക്ക് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നമുക്ക് കിട്ടുന്നത് 6 ഇഞ്ചാണ്. 6 ഇഞ്ചാണ്. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് കിട്ടുന്നത്. അതുപോലെ വിടുത്ത് നമ്മൾ എത്രയായിരിക്കും? വിടുത്ത് നമുക്ക് 3.5 ആയിരിക്കും കേട്ടോ വരുന്നത്. ഇങ്ങനെ കറക്റ്റ് അത് നമ്മൾ ലെങ്ത്ത് മാത്രമാണ് നോക്കുകയുള്ളൂ. ബാക്കിൻ്റെ വിടുത്ത് നോക്കിയാൽ ഫ്രണ്ടിൻ്റെ വിടുത്ത് നമുക്ക് കിട്ടും കേട്ടോ. രണ്ടും ഒരേ വിടുത്തായെങ്കിലല്ലേ നമുക്ക് ഷോൾഡർ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയണത് 6 ഇഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ ഒരു സ്ലീവിൻ്റെ അളവാണ് കേട്ടോ. സ്ലീവിൻ്റെ ലെങ്ത്താണ് നമുക്ക് വേണ്ടത്, കൈയിൻ്റെ ലെങ്ത്ത്. ഓക്കെ, സ്ലീവിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ച്. ഓക്കെ, 14 ഇഞ്ചാണ് നമുക്ക് സ്ലീവ് കിട്ടണത്. ഓക്കെ, 14 ഇഞ്ച് അതിൻ്റെ ലെങ്ത്ത് കേട്ടോ. ഇനി നമുക്കതിൻ്റെ വിടുത്ത് നോക്കാം. വിടുത്ത് എന്ന് പറയണത് താഴെ ബോട്ടം സൈഡിൽ നമുക്ക് വേണ്ടത് വിടുത്ത് 5.5 ഇഞ്ച്. ഓക്കെ, 5.5 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 5.5 പ്ലസ് ചെയ്ത് ഇനി നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മിഡിലുള്ള ഈ ഒരു വിടുത്തും കൂടെ നമുക്ക് കിട്ടണം കേട്ടോ. അത് 7 ഇഞ്ചാണ് കേട്ടോ. 7 ഇഞ്ച്. ഓക്കെ, ഇനി ഞാനൊരു സൂത്രം പറഞ്ഞിട്ട് നിങ്ങൾക്ക്, അതായത് നമ്മൾ ഷോൾഡർ കണ്ടുപിടിക്കലോ, അത് നമുക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ളത്
ഡൗട്ടാണ് അല്ലേ. ഒന്നെങ്കിൽ നമ്മൾക്ക് കണക്ക് കൂട്ടിയിട്ട്, അതായത് ചെസ്റ്റിനെ ഹരിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇത് അടുത്ത ഐഡിയ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതാ ഈ ഒരു കറക്റ്റ് ഈ ഒരു സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. കണ്ടോ 6 ഇഞ്ചിലാണ് ഈ ഒരു ഇത് കാണേണ്ടത്, 6 ഇഞ്ച് കേട്ടോ. അപ്പോൾ 6 ഇഞ്ചാണെങ്കിൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് മുകൾക്ക് നമ്മൾ പോയിട്ടുണ്ടാവും. അപ്പോൾ 6.5 ഇഞ്ചാണ് കറക്റ്റ് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവുക. 6.5 ഇഞ്ചാണ് ആം ഹോളിൻ്റെ അവിടെ ഇതാ ഈ ഒരു ഷേപ്പ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ 3.5 ഇഞ്ച് നമുക്ക് നെക്കിൻ്റെ വിടുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ 2.5 ഇഞ്ച് ഷോൾഡർ, അല്ല 2.5 ഇതാ ഇവിടെ അറ്റുണ്ട് നമ്മുടെ ഇതിൻ്റെ തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് 6.5 ഇഞ്ച് തന്നെയല്ലേ കിട്ടിയത്. അപ്പോൾ നമ്മൾ 6.5 ഇഞ്ച് തന്നെയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് വരുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ കണ്ടുപിടിക്കേണ്ട മെത്തേഡാണ് ഇത്. കണ്ടോ ഷോൾഡർ കണ്ടുപിടിക്കാൻ ചെസ്റ്റ് ബൈ 6 ഇതൊന്ന് എഴുതിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എപ്പോഴും ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അതുപോലെ ആം ഹോൾ കണ്ടുപിടിക്കണമെങ്കിൽ ചെസ്റ്റ് ബൈ 6, പിന്നെ നെക്ക് വിടുത്ത് ആരുടേതാണെങ്കിലും, ഇപ്പോൾ കുട്ടികളുടെതാണെങ്കിലും വലിയവരുതാണെങ്കിലും ഒക്കെ ചെസ്റ്റ് ബൈ 12. ഇപ്പോൾ ചിലവർക്ക് വൈഡായിട്ട് നല്ല വൈഡായിട്ട് വേണം, ബോഡ് നെക്ക് വേണം, അങ്ങനത്തെ കേസിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് എന്താ പറയുക മാറികാണ്ട് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്തതൊക്കെ ഈ ഒരു അളവിൽ നമുക്ക് ഈ ഒരു അളവ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ ചെസ്റ്റ് നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ചെസ്റ്റ് ബൈ 7 + 3/4 അല്ലെങ്കിൽ 1/2. ഇതൊരു പാകത്തെ ലെങ്ത്താണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇത് കേട്ടോ. അപ്പോൾ നമുക്കത് കിട്ടി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ് വേണ്ടത് കേട്ടോ. പിന്നെ ചില ആളുകൾ ഇതാ ഇവിടുന്ന് തൊട്ട് ഇതുവരെ ഈ നെക്കിൻ്റെ ഇവിടുന്ന് ഞാനല്ലേ ഫസ്റ്റിലുള്ള യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ ഇതാ ഈ ഒരളവ് ഇവിടുന്ന് നോക്കും. അതുപോലെ ഇതിന്ന് എത്ര ഉണ്ട്, 2.5 ആണോ, അതുപോലെ ഇതിൻ്റെ ടെക്കിൻ്റെ അളവ് എത്രയാണ്, അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ഇത് വേണം കേട്ടോ. ഇത് എത്രയാണ് നമ്മൾ വേണ്ടത് എന്നുള്ളത് ഇതൊന്ന് കറക്റ്റ് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. പക്ഷെ ഇനി അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാം. പിന്നെ നമ്മളില്ലേ ഈ ഒരു അളവൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേറെ മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏത് ബ്ലൗസ് എങ്ങനത്തെ ബ്ലൗസ് കിട്ടിയാലും ഏത് അളവ് കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇക്കാരം പേപ്പർ കട്ടിങ് കൊടുക്കണത്, അല്ലെങ്കിൽ കുറേ ഇതുണ്ട് എന്ന് വെച്ചെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഉടൻ.